കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രവുമായി അനുബന്ധമായ ഭഗവതി ക്ഷേത്രമാണ് ഇടത്തരികത്തുകാവ്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തട്ടകം കാത്തു പരിപാലിക്കുന്ന ഗ്രാമദേവതയാണ് ഇടത്തരികത്ത് ഭഗവതി. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ ഇടത്തുവശം അരികിലായി ഇരിക്കുന്നതിനാൽ ഇടത്തരികത്തുകാവും ഇടത്തരികത്ത് ഭഗവതിയുമായി വിളങ്ങുന്നു. ശ്രീ ഗുരുവായൂരപ്പന് അധിവസിക്കുവാൻ ഇടം നൽകി ഭഗവതി ഇടത്തെ അരികത്തേക്കും ശ്രീ മഹാദേവൻ മാമിയൂരിലേക്കും മാറിയെന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത്. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ സ്ഥാന സഹജയാണ് ഇടത്തരികത്തുകാവ് ഭഗവതി. ശാന്ത സ്വഭാവമുള്ള ശ്രീ ഭദ്രകാളിയായി മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിൽ വൃക്ഷച്ചുവട്ടിൽ കാവെന്ന സങ്കല്പത്തിലാണ് ഭഗവതി വിരാജിക്കുന്നത്. ഇടത്തരികത്തുകാവ് ഭഗവതിക്ക് നിത്യവും വെച്ച് നിവേദ്യമില്ല. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ അത്താഴപൂജയ്ക്ക് ശേഷം അഗ്നിയും അഴലും കഴിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ ആറാട്ട് രുദ്രതീർത്ഥത്തിൽ ഭഗവതിക്കെട്ടിലെ കടവിലാണ് നടക്കുക. അതിനുശേഷം ഭഗവാൻ അമ്മയ്ക്കൊപ്പം എഴുന്നള്ളിയിരുന്ന് ഭഗവാന്റെ പൂജയ്ക്കൊപ്പം 2 പേർക്കും ഒരുമിച്ച് അമൃതത്ത്. അതാണ് ഭഗവതിയുടെ വർഷത്തിൽ ഒരു ദിനം മാത്രമുള്ള വെച്ചു നിവേദ്യം. ഇടത്തരികത്തുകാവ് ഭഗവതിക്ക് 2 പൂരങ്ങളാണ് വർഷത്തിലുള്ളത്: പിള്ളേർ താലപ്പൊലിയും ദേവസ്വം താലപ്പൊലിയും. ഗുരുവായൂർ അമ്പലത്തിൽ വെടിക്കെട്ടിൻ്റെ ശബ്ദം ഉയരുന്നതും ഭഗവതിയുടെ താലപ്പൊലിക്ക് മാത്രമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഭഗവതിയുടെ കാവിൽ 52 ദിവസത്തെ കളംപാട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഓരോ ഭക്തരുടെയും സംഘടനകളുടെയും വകയായിട്ടാണ് ഓരോ ദിവസത്തെയും ഭഗവതിപ്പാട്ട്. ഈ വരുന്ന ഫെബ്രുവരി 6-ന് ദേവസ്വം വക താലപ്പൊലിയോടെ കളംപാട്ട് സമാപിക്കും. കാവിലമ്മ 52 ദിവസവും ക്ഷേത്രം വിട്ട് പുറത്തേക്ക് എഴുന്നള്ളും. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ അത്താഴപൂജ കഴിഞ്ഞ് ശ്രീലകം അടച്ചാൽ പാട്ടിൻ്റെ ചടങ്ങ് തുടങ്ങും. പഞ്ചവർണ്ണപ്പൊടികളാൽ ഭദ്രകാളിയുടെ കളം ഇതിനകം രൂപപ്പെടുത്തി വെച്ചിരിക്കും. ഭഗവതിയുടെ എഴുന്നള്ളത്ത് പ്രകാരമാണ്: ആനപ്പുറത്ത് തിരുവുടയാടയിൽ ഭഗവതി തിടമ്പ് എഴുന്നള്ളിച്ച് ക്ഷേത്ര ഗോപുരത്തിന് പുറത്ത് കിടക്കും. ദീപസ്തംഭത്തെ വലം വച്ച് ക്ഷേത്രത്തിലേക്ക് തിരികെ മടങ്ങിയെത്തും. തിടമ്പ് ഇറക്കി കളത്തിൽ തിരിച്ച് പ്രതിഷ്ഠിക്കും. കളം പൂജയ്ക്ക് ശേഷം നന്ദുണിയിൽ ഭഗവതിയെ സ്തുതിക്കും. അഗ്നി ആരാധന കഴിഞ്ഞാൽ കളം മായ്ക്കും. പ്രകാരമാണ് ചടങ്ങുകൾ. കളം വരച്ച പഞ്ചവർണ്ണപ്പൊടി ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. നാട്ടിലെ ചെറുപ്പക്കാരുടെ വകയായ പിള്ളേര് താലപ്പൊലി ജനുവരി 6-നാണ് ഇക്കൊല്ലം നടത്തുന്നത്. അന്ന് 1000 പറ ദ്രവ്യങ്ങൾ ഇടത്തരികത്തുകാവ് ഭഗവതിക്ക് ഭക്തർ സമർപ്പിക്കും. 1001 നിറപറ ഒരുക്കിയാണ് ഇടത്തരികത്തുകാവിലമ്മയുടെ താലപ്പൊലി ആഘോഷിക്കുന്നത്. ഉച്ചയ്ക്ക് നടപ്പന്തലിൽ നിന്ന് കിഴക്കോട്ട് പഞ്ചവാദ്യത്തോടും തുടർന്ന് മേളത്തോടെ ഭഗവതിയുടെ മടക്കെഴുന്നള്ളിപ്പും ഉണ്ടാകാറുണ്ട്. എഴുന്നള്ളിപ്പിന് ശേഷം നടക്കുന്ന പറയെടുപ്പിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുക്കുന്നു. ചെമ്പട്ടണിഞ്ഞ് ഭഗവതിയുടെ വാളും ചിലമ്പുമായി കോമരവും ഇതിൽ ഉൾപ്പെടുന്നു. നിറപറകൾ വെച്ച് ഭഗവതിയെ വരവേൽക്കാനായി കിഴക്കേ നടപ്പുരയിൽ അലങ്കാരങ്ങളും വിധാനങ്ങളും നേരത്തെ ഒരുക്കാറുണ്ട്. ഇടത്തരികത്ത് ഭഗവതിയുടെ ഉത്സവത്തിൽ പങ്കാളിയാകാൻ പൂജകൾ നേരത്തെ അവസാനിപ്പിച്ച് ഉച്ചയ്ക്ക് മുൻപ് നടയടച്ച് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാനും എഴുന്നള്ളുന്നു. താലപ്പൊലിയോടനുബന്ധിച്ച് ഭഗവതിക്ക് വാകച്ചാർത്ത്, ദീപാലങ്കാരം, പുഷ്പാലങ്കാരം, വിശേഷാൽ പൂജകൾ, ഭദ്രകാളിപ്പാട്ട് എന്നിവയൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ഗുരുവായൂരിലെ ഇടത്തരികത്തുകാവ് ഭഗവതിയുടെ ഉത്സവ ദിനങ്ങളായ ഈ ദിവസങ്ങളിൽ ഇടത്തരികത്തുകാവിൽ അമ്മയുടെയും നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെയും അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.